അഭിവന്യ പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, ബ്രദേഴ്സ്, സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ, പ്രിയ സിസ്റ്റേഴ്സ്, തൃശ്ശൂർ അതിരൂപതയുടെ അഭിഷേക തൈലത്തിൻ്റെ കുദാശകർമ്മത്തിലാണ് നാം എല്ലാവരും. പുരോഹിതരോടൊപ്പം സമർപ്പിതരും ഒന്നു ചേർന്ന് നിന്നുകൊണ്ട് വരും വർഷങ്ങളിൽ ചെയ്യാൻ പോകുന്ന കുദാശകളുടെ പരികർമ്മത്തിന് വേണ്ട 3 പ്രധാന തൈലങ്ങൾ വെഞ്ചിരിച്ച് നമ്മുടെ കൈകളിലേക്ക്, ഇടവകളിലേക്ക് തരുവാൻ പോവുകയാണ്. ഇന്നത്തെ ലേഖനവും ആദ്യത്തെ 2 വായനകളിൽ നാം ശ്രവിച്ച കാര്യം ഇതാണ്: വിശുദ്ധമായത് വിശുദ്ധിയോടെ കൈകാര്യം ചെയ്യുവാനായിട്ടാണ് പുരോഹിതര് വിളിക്കപ്പെട്ടിരിക്കുന്നത്, ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത്. പൗരോഹിത്യത്തിൻ്റെ പ്രതിജ്ഞ പുതുക്കുന്ന ഒരു നല്ല ദിവസം കൂടിയാണെന്ന്. നമ്മൾ എങ്ങനെ തുടങ്ങി എന്നല്ല, മറിച്ച് എങ്ങനെ നമ്മുടെ ദൗത്യം നമ്മൾ പൂർത്തിയാക്കുന്നു എന്നതാണ് വളരെ പ്രാധാന്യമെന്ന് ഇന്നത്തെ ദിവസത്തിലെ ഓരോ വായനകളും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ പൗരോഹിത്യ ജീവിതം നമ്മൾ എങ്ങനെ തുടങ്ങി, എന്തൊക്കെ നന്മകൾ നമ്മളുണ്ടായി, എന്തൊക്കെ ചെയ്തു എന്നല്ല, മറിച്ച് ഇനി മുന്നോട്ടുള്ള നമ്മുടെ പൗരോഹിത്യ ജീവിതം എങ്ങനെ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റും. 1992 ബാർസിലോണ ഒളിമ്പിക്സ് നടക്കുക. ബാർസിലോണ ഒളിമ്പിക്സിൽ ശ്രദ്ധ ആകർഷിച്ച ഒരു വ്യക്തിത്വമാണ് ഡെറിക് റെഡ്ബോൺ എന്ന് പറഞ്ഞ വ്യക്തി. തൻ്റെ ഓട്ടം പൂർത്തിയാക്കി ഏകദേശം 150 മീറ്ററിന് മുമ്പ് വെച്ച് ഒരു കാലിന് ചെറിയൊരു പ്രശ്നം വന്നപ്പോൾ പൂർത്തിയാക്കാൻ സാധിക്കാതെ നിൽക്കുന്നൊരവസ്ഥ. ഏതാനും നിമിഷവും അദ്ദേഹം അവിടെ കുമ്പിട്ടിരിക്കുമ്പോൾ സഹായഹസ്തവുമായിട്ട് മെഡിക്കൽ ആംബുലൻസ് വരുവാൻ പുറപ്പെടുന്നതിന് തൊട്ടു മുമ്പ് ഗാലറിയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവ് പോലീസ് സംരക്ഷണമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ചാടി വന്ന് തൻ്റെ മകനെ തോളോട് ചേർത്ത് വെച്ചുകൊണ്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് നടന്നെടുക്കുന്ന ഒരു രംഗം. ഡെറിക് റെഡ്ബോണിന് ആ ഒളിമ്പിക്സിൽ സമ്മാനം കിട്ടിയില്ല, മറിച്ച് ജനലക്ഷങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം കിട്ടി. തൻ്റെ ദുർബല നിമിഷത്തിൽ പിതാവ് തന്നെ കൈ ചേർത്ത് പിടിച്ച് നടന്ന് തൻ്റെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കാൻ സഹായിച്ചു. പ്രിയപ്പെട്ടവരെ, പൗരോഹിത്യമെന്ന വലിയ ദാനം ക്രിസ്തു നമ്മിൽ ചൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്രിസ്തുവിൻ്റെ കരം ചേർത്ത് പിടിച്ചുകൊണ്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് നടന്നെടുക്കണമെന്ന് ഇന്നത്തെ ഈ കൂദാശകൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ പുരോഹിതരുടെ തിന്മയെക്കുറിച്ച് പറയുന്ന 2 പാപങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ പാപം എന്ന് പറയുന്നത് സിൻ ഓഫ് കോംപ്രമൈസ്. നമ്മുടെ പൗരോഹിത്യ ജീവിതത്തിൽ നമ്മൾ പലതിനോടും കോംപ്രമൈസ് ചെയ്യുമ്പോൾ സത്യത്തിനും നീതിക്കും നിരക്കാത്ത പലതും നമ്മുടെ ഇടവകയിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ സന്യാസ ഭവനങ്ങളിലുമൊക്കെ നമ്മൾ ചെയ്തു വയ്ക്കുന്നു. അത് ഏറ്റവും വലിയ തിന്മയാണെന്ന് പുരോഹിതരെ നോക്കിക്കൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട്. രണ്ടാമത് പറയുന്ന ഒരു കാര്യമാണ് സിൻ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. നമ്മൾ പലതിനും പകരം പലതും മാറ്റിവെക്കാനായിട്ട് പരിശ്രമിക്കും. ചെയ്യേണ്ട പല കൂദാശകളും വേറെ രീതിയിൽ ചെയ്യുവാനുള്ള ഒരു പരിശ്രമം, ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ മറ്റു ചിലരെ ഏൽപ്പിക്കുവാനുള്ള ഒരു ത്വര, ഇതൊക്കെ പൗരോഹിത്യ ജീവിതത്തെ
തിന്മയിലേക്ക് നയിക്കുമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുകയാണ്. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഈ നല്ല ദിനത്തിൽ നമ്മുടെ പൗരോഹിത്യത്തിൻ്റെ പ്രതിജ്ഞകൾ പുതുക്കുമ്പോൾ നമ്മെ വിളിച്ച ക്രിസ്തുവിൻ്റെ കരങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് നടന്നെടുക്കുവാൻ നമ്മുടെ പൗരോഹിത്യവും സന്യാസവും ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന മഹാശാസ്ത്രജ്ഞൻ തൻ്റെ ക്ലാസ്സുകൾ എടുത്തു തുടങ്ങുന്ന സമയത്ത് കൂടെ ഒരു ഡ്രൈവറെ കൂട്ടി യാത്ര ചെയ്യുമായിരുന്നു. ലണ്ടനിൽ പല യൂണിവേഴ്സിറ്റികളിലും അദ്ദേഹം ക്ലാസ് എടുക്കാൻ പോകും. ഫിസിക്സിനെ കുറിച്ച് വളരെ ആധികാരികമായിട്ട് പല യൂണിവേഴ്സിറ്റിയിലും ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഹാരി എന്ന് പറയുന്ന ഒരു ഡ്രൈവറാണ് അദ്ദേഹത്തിൻ്റെ കൂടെ എന്നും സന്തത സഹചാരിയായിട്ട് ഉണ്ടായിരിക്കുന്നത്. ഓരോ ദിവസവും ക്ലാസ്സുകൾ എടുത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഈ ഡ്രൈവർ പറയും, അല്ലയോ ആൽബർട്ട് ഐൻസ്റ്റീൻ, താങ്കൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ പുറകിലിരുന്ന് എല്ലാ ദിവസവും കേൾക്കുന്നുണ്ട്. ഓരോ യൂണിവേഴ്സിറ്റികളിലെ ക്ലാസ്സുകൾ കഴിയുമ്പോൾ എനിക്ക് ഓരോ കാര്യങ്ങളും വ്യക്തമായും കൃത്യമായും ഞാൻ മനഃപ്പാടമാക്കിക്കൊണ്ടിരിക്കുകയാണ്. വേണമെങ്കിൽ ഒരു ദിവസം എനിക്ക് താങ്കളെടുക്കുന്ന അതേ ക്ലാസ് അണുവിട വ്യത്യാസമില്ലാതെ എടുക്കുവാൻ എനിക്ക് സാധിക്കും. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ബ്രൗൺ യൂണിവേഴ്സിറ്റിയിൽ ഒരു ക്ലാസ് എടുക്കുവാനായിട്ട് ആൽബർട്ട് ഐൻസ്റ്റീനും ഹാരിയും കൂടി പോകുമ്പോൾ പെട്ടെന്ന് ആൽബർട്ട് ഐൻസ്റ്റീന് ഒരു അസുഖം വന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ ഹാരിയോട് പറഞ്ഞു, ഈ യൂണിവേഴ്സിറ്റിയിൽ എന്നെ ആർക്കും അറിയില്ല. എനിക്ക് പകരം താങ്കൾ സ്റ്റേജിൽ കയറി ആ ക്ലാസ് എടുക്കൂ. ഫിസിക്സിനെ കുറിച്ച് വളരെ ആധികാരികമായിട്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ എടുക്കുന്ന ക്ലാസ്സുകൾ അക്ഷരം പ്രതി അങ്ങനെ തന്നെ ഹാരി എന്ന് പറയുന്ന ഡ്രൈവർ ക്ലാസ് എടുത്തു. ആൽബർട്ട് ഐൻസ്റ്റീൻ പുറകിൽ ഒരു സീറ്റിൽ ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരുന്നു. ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ഒരു വിദ്യാർത്ഥി എഴുന്നേറ്റ് നിന്നുകൊണ്ട് വളരെ കോംപ്ലിക്കേറ്റഡായ ഒരു കാൽക്കുലേഷൻ ചോദിച്ചു. അപ്പോൾ ഹാരി ഒന്ന് കിടുങ്ങി. ഉടനെ തന്നെ അദ്ദേഹം പറയുകയാണ്, ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഇതിൻ്റെ ഉത്തരം എൻ്റെ ഡ്രൈവർ പുറകിലിരിക്കുന്നുണ്ട്, അദ്ദേഹം അതിനുത്തരം തരും. ആൽബർട്ട് ഐൻസ്റ്റീനും ഡ്രൈവറും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മളെ വിളിച്ച ദൈവത്തോട് നമ്മുടെ ബന്ധം ഊട്ടിയുറപ്പിക്കാനാണ് ഇന്ന് ഈ തിരുക്കർമ്മത്തിൽ നമ്മൾ പ്രതിജ്ഞ പുതുക്കുക. നമ്മുടെ പൗരോഹിത്യ ജീവിതത്തിൽ, സന്യാസ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ കരം ചേർത്ത് പിടിച്ചുകൊണ്ട് ഇനി മുന്നോട്ടുള്ള ജീവിതം നല്ല ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. ഈ തിരുക്കർമ്മത്തിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന, ക്രിസ്തുവിൻ്റെ ചൂടും ചൂരുമുള്ള നല്ല ഇടയന്മാരാകുവാൻ, പുരോഹിതരാകുവാൻ, സമർപ്പിതരാകുവാൻ നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടർന്നുള്ള ഈ ദിവ്യകർമ്മങ്ങളിൽ പങ്കുകൊള്ളുകയും ചെയ്യാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.